G20 അധ്യക്ഷത രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പദവി വലിയ തോതിലാണ് ഉയർത്തിയിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളും കൊച്ചി വാട്ടർ മെട്രോയും മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ വിജയമായി തന്നെയാണ് നമുക്ക് ഏവർക്കും പറയുവാൻ സാധിക്കുന്നത്. കൊച്ചി കപ്പൽശാലയിലെ ഡോക്കുകളും അതുപോലെ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും ഒക്കെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിന്റെ സംഭാവനയായി തന്നെ നൽകിയിരിക്കുന്നു. 13.5 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ഇതിനോടകം തന്നെ മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ദാരിദ്ര്യമുക്തമായ രാജ്യമായി ഇന്ത്യ മാറുമെന്നതിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ തന്നെ എടുത്തു പറയുന്നു. ഇനി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 78 ലക്ഷം വീടുകളാണ് രാജ്യത്തുടനീളം നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ 3.5 ലക്ഷം വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് മിഷൻ പ്രകാരം നിർമ്മിച്ചവയായും ഉൾപ്പെടുന്നതെന്നും പ്രത്യേകമായി എടുത്തു പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാരിനെ മാത്രം പദ്ധതിയായി ഒതുങ്ങുന്നില്ല, പകരം അതിൽ കേന്ദ്രത്തിന്റെ പങ്ക് കൂടി എടുത്തു കാട്ടുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യ ടൂറിസം രംഗത്തെ അംഗീകാരങ്ങൾ കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 3, ഗഗൻയാൻ, ആദിത്യ L1 എന്നിവയുടെ വിജയവും വനിതാ സംവരണ ബിൽ പാസാക്കിയതും സാമ്പത്തിക സാങ്കേതിക രംഗത്ത് കേന്ദ്ര സർക്കാർ നേട്ടങ്ങളും കോവിഡിനെ അതിജീവിച്ചതും പ്രതിരോധ മേഖലയിലടക്കം പ്രതിരോധ രംഗത്തക്കം ഏത് തരത്തിലുള്ള തദ്ദേശീയത മൂലവും അല്ലാതെയും ഒക്കെ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളുമൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ വലിയൊരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകളും അദ്ദേഹം മലയാളത്തിൽ തന്നെ നൽകിക്കൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങിയത്. കൂടാതെ കേരളത്തിലെ മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ വരികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ഭഗവത്ഗീതയിലെയും വരികളും ഇതോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അവസാനിപ്പിക്കുന്നതും പ്രസംഗം ഒടുക്കിയതും ഏറ്റവും അവസാനം മലയാളത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ വിഷയം. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ വേണ്ടയിടത്ത് വേണ്ട രീതിയിൽ മാത്രമേ സംസാരിക്കൂ എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം. എന്നാൽ കഴിഞ്ഞ ദിവസം ഗവർണറെ കടന്നാക്രമിക്കേണ്ട എന്നുള്ള ഒരു നീക്കം LDF സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ സകല ബ്രേക്കുകളും ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPM ഉള്ളത്. കാരണം നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ ഇപ്പോൾ രൂക്ഷമായി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശിച്ചിരിക്കുകയാണ്. MV ഗോവിന്ദൻ വലിയ തോതിലുള്ള ഒരാക്രമണം തന്നെയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ നടത്തുന്നത്. നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും നിലവിട്ട നിലയിലാണ് പെരുമാറ്റമെന്നുമാണ് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്നത്തെ പ്രസംഗം കണ്ടതോടെ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഗവർണർ കുറെ കാലമായി എടുക്കുന്ന നിലപാടിന്റെ ഒരു തുടർച്ചയായ നീക്കമായി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിലെ നീക്കവും നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇത് ഭരണഘടനയ്ക്ക് ഒട്ടും തന്നെ ചേരുന്ന പ്രവൃത്തിയല്ല, ഗവർണർ അത് മാറ്റണമെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സാധാരണ ഗവർണർമാർ നടത്തിപ്പോരുന്ന കീഴ്വഴക്കമല്ല കഴിഞ്ഞ ദിവസം മലയാളികളൊക്കെ കണ്ടത്. കേവലം 2 മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ച് ഇന്നലെ ഗവർണർ പോയിരുന്നു.